അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ദുറൂസാണ് പരീക്ഷ. അതുകൊണ്ട് തന്നെ നമ്മൾ ദുറൂസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. നല്ലൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം 4ാം ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്ക് കേട്ടോ. അപ്പോൾ ഈ അടുത്ത ദുറൂസുണ്ട്, 4ാം ക്ലാസ്സിൽ ദുറൂസാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇനിയും വിഷയങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ 4 ചാപ്റ്ററിൻ്റെയും ഫുൾ ഉത്തര പേപ്പർ അടങ്ങുന്ന വീഡിയോയാണ്. ചെറിയൊരു റിവൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് 1ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അൻ-നദാഫത്ത എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളായിരിക്കും ഇത് ഓരോ ചാപ്റ്റർ വൈസാണെന്ന് അല്ല. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ചാപ്റ്റർ നോക്കും. ഈ ഓരോ ചാപ്റ്ററിൻ്റെയും ചോദ്യം നമ്മൾ വേറെ വേറെ തന്നെ നോക്കുന്നുണ്ട്. എന്തായാലും ഉപകാരപ്രദമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നിങ്ങൾ ദുറൂസുൽ ഇഹ്സാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തപ്പി നടക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ ഷോർട്ട് വീഡിയോ നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വേഗം തന്നെ തീർക്കും. അപ്പോൾ നമുക്കിന്ന് തുടങ്ങുകയല്ലേ. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അൻ-നദാഫത്തയാണ്. അൻ-നദാഫത്ത എന്ന് പറയുമ്പോൾ അതിലൊരു പാട്ട് വരുന്നുണ്ട്, പഠിക്കുകയും വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും. ഓക്കെ, അങ്ങനെ വരുന്നൊരു പാട്ടുണ്ട്. അത് നിങ്ങൾ കുട്ടികളൊപ്പം ഇരുന്ന് പഠിക്കും. അപ്പോൾ പിന്നെ നമുക്കിതിൽ പഠിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കിബർ, കുറച്ച് അർത്ഥങ്ങൾ പഠിക്കണം, നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് വരും. കിബർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ. റിയാ എന്ന് പറഞ്ഞാൽ കാപഢ്യം. ഷിർക്കെന്താടാ പങ്ക് ചേർക്കൽ. എന്ത് അള്ളാഹുവിനെ മറ്റൊന്നിനോടും പങ്ക് ചേർക്കാതിരിക്കുക, അതാണ് ഷിർക്ക് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. പങ്ക് ചേർക്കൽ എങ്ങനെ അള്ളാഹുവിനെ മറ്റൊന്നിനോട് പങ്ക് ചേർക്കാതിരിക്കുക. പിന്നെ നമുക്ക് ഇത് വേറെ പഠിക്കുന്നത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. വൃത്തിയെക്കുറിച്ചിട്ടാണ് നമ്മൾ പാഠത്തെ പഠിക്കുന്നത്. ഈ പാഠത്തിൻ്റെ ഹെഡിങ് എന്താ? അൻ-നദാഫത്ത, വൃത്തി എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ. നളിഫു അഫ്നിയത്തക്കും, നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹദീസ് ഇമ്പോർട്ടൻ്റ് ആണ്. വൃത്തി ഈമാൻ്റെ ഭാഗമാണ്, അത് നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ ഈ ഒരു 4 അർത്ഥം അത് കാണാപ്പാഠം പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ നിന്ന് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കോ, നമുക്ക് ഉത്തരം എഴുതാം. ഓക്കെ, പരീക്ഷയ്ക്ക് നിങ്ങളായിരിക്കും ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ഒന്ന് നോക്കാം. ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണം? മിസ്വാക്ക് ചെയ്യുക, നഖം മുറിക്കണം, കുളിക്കണം. 2, വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ, വസ്ത്രം നന്നായി കഴുകണം. ഓക്കെ, 3ാമത്തെ ചോദ്യം, പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ, വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. 4, കൽബ് വൃത്തിയാവാണ് നാം ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ വീട്, വിദ്യാലയം, മുറ്റം, വഴി ഇതൊക്കെ നമ്മൾ തൂത്തുവാരി അല്ലെങ്കിൽ അവിടെ ക്ലീൻ തുടച്ചിടും. അവിടെ കൽബിൽ നമുക്ക് ചൂരുകൊണ്ട് അടിച്ചു വരാൻ പറ്റൂല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കിബർ, അഹങ്കാരം, ഹസദ്, അസൂയ, കാപഢ്യം, ഷിർക്ക്, പങ്ക് ചേർക്കുക. നമ്മുടെ മുകളിൽ അർത്ഥം പറഞ്ഞു അല്ലേ. ഈ തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം. 2ാമത്തെ പോയിൻ്റ്, തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. 3ാമത്തെ പോയിൻ്റ്, ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. ഓക്കെ, പിന്നെ ഇതിൽ 2ാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയം കണ്ടെത്തി എഴുതാനാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, എന്ത് പറ്റും കാണാൻ? നളിഫു അഫ്നത്തിക്കും, എന്താണ്? നിങ്ങളുടെ മുറ്റങ്ങളെ, ഇവിടെ ശ്രദ്ധിക്കാം, നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതും എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് വരും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നളിഫു അഫ്നത്തിക്കും, നിങ്ങളുടെ മുറ്റങ്ങളെ എന്ത് ചെയ്യുക, നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. 3ാമത്തെ പ്രവർത്തനം എഴുതാമാണ്. എന്തെഴുതാനാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എഴുതാനാണ്. മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് ചെയ്യുക? മിസ്വാക്ക് ചെയ്യേണ്ട രൂപം എന്താണ്? ആദ്യം വീതിയിലായിട്ടാണ് പല്ല് തേക്കേണ്ടത്. ആദ്യം വീതിയിലായിട്ട്
അപ്പോൾ വീതിയിലായിട്ടാണ് നമ്മൾ പല്ല് തേക്കേണ്ടത്. നാവ് എന്ത് ചെയ്യണം? നീളത്തിലും. ഈ ബ്രഷ് പിടിക്കേണ്ട സുന്നത്തായ രൂപമുണ്ട്. ബ്രഷ് പിടിക്കാനുള്ള സുന്നത്തായ രൂപം ചെറുവിരലിലും തള്ളവിരലിലും ബ്രഷിൻ്റെ താഴ്ഭാഗത്ത്, ബാക്കി നടുവിലുള്ള 3 വിരലുകൾ ബ്രഷിൻ്റെ മുകൾ ഭാഗത്തുമായിട്ട് പിടിക്കണം. ഇനി അടുത്തത് എവിടെ നിന്ന് തുടങ്ങണം? അതാണ് അടുത്ത പ്രശ്നം. എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ പോയിന്റുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം വലതു വരിയിലെ പല്ലുകളുടെ ഉള്ളും പുറവും, ശേഷം താഴെ വലതു വരിയിലെ പല്ലുകളും, മൂന്നാമതായി ഇടതു മുകൾ വരിയിലും, നാലാമതായി ഇടതു താഴെ വരിയിലുമായിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബ്രഷ് ചെയ്യേണ്ട രൂപമാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നത് എന്ന് നിങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇനി ഇതാണ് ബ്രഷ് പിടിക്കേണ്ട രൂപം. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം. നഖം മുറിക്കേണ്ട രൂപം എങ്ങനെയാണ്? വലത് കൈയിലെ ചൂണ്ടുവിരൽ മുതൽ ചെറിയ വിരൽ വരെയും പിന്നെ തള്ളവിരലിലും ഇടതു കൈയിൻ്റെ ചെറിയ വിരൽ മുതൽ തള്ളവിരൽ വരെയും മുറിക്കുക. കാലിലാണെങ്കിൽ വലതു കാലിൻ്റെ ചെറിയ വിരൽ മുതൽ ഇടതു കാലിൻ്റെ ചെറിയ വിരൽ വരെ തുടരെ. അതായത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ചൂണ്ടുവിരൽ, പുറത്ത് വിരൽ, നടുവിരൽ, മുതിരവിരൽ, ചെറിയ വിരൽ, പിന്നെ നമ്മൾ തന്തവിരൽ, വലത് കൈ, പിന്നെ അടുത്ത ഇടത് കൈത്ത്, പിന്നെ ആദ്യം ചെറിയ വിരൽ, പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ കാലിൻ്റേതാണെങ്കിലോ അതും ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങളായിരിക്കും ഒന്നാമത്തെ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അല്ല, നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് രണ്ടാമത്തെ പാഠം എൻ്റെ വീട്. നിങ്ങൾക്ക് വീടില്ലേ? എനിക്ക് വീടുണ്ട്, നിങ്ങൾക്ക് വീടുണ്ട്, പലർക്കും എല്ലാവർക്കും വീടുണ്ട് അല്ലേ? പക്ഷേ ഗസയിലെ കുട്ടികളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് വീടുണ്ടോ? അവർക്ക് സ്വന്തമായിട്ട് ഉമ്മയും ഉപ്പയും ഉണ്ടോ? അവർക്ക് ഭക്ഷണമുണ്ടോ? വെള്ളമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാഠം എൻ്റെ വീട് എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ അതിൽ പ്രവർത്തനമാക്കി നമുക്ക് വരുന്നത് ഉത്തരം എഴുതാനാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം? ഇടതു കാൽ മുന്തിക്കണം. 2, വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്രിജി ബിസ്മില്ലാഹി വലജന വ ബിസ്മില്ലാഹി ഖറജന വ അലല്ലാഹു റബ്ബിന തവക്കൽന എന്ന് ചൊല്ലുക. മൂന്നാമത്തെ ചോദ്യം. വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാലാണ് മുന്തിക്കേണ്ടത്? ഏത് കാലാണ്? വലതുകാല്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിൻ്റെ അർത്ഥം എന്താ? അതായത് അത് നമ്മൾ തിരിച്ചുള്ളിലേക്ക് വരുന്നവരെ അള്ളാഹുവിൻ്റെ രക്ഷ നമ്മുടെ കയ്യിലുണ്ടാവും. അതാണ് അള്ളാഹുവിന് തവക്കൽ അർപ്പിച്ച് അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഭാരം അർപ്പിച്ച് പോവുകയാണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം. വീട്ടിൽ പാലിക്കേണ്ട അദബുകളിൽ നിന്ന് 3 എഴുതാനാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ മൊത്തം കൊടുക്കുന്നുണ്ട്. വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവയിൽ എന്ത് ചെയ്യാം? ദുർവണ്യം ഒഴിവാക്കുക. ശൗചാലയം, അടുക്കള, വീടിൻ്റെ ചുമർ, മുറ്റം തുടങ്ങിയ വൃത്തിയായി സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ കൊതുക് വീടിന് പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക. അതുപോലെ വസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, മറ്റുപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് നമ്മുടെ രണ്ടാം പാഠം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ് രണ്ടാമത്തെ പാഠം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്റർ പേര് നിങ്ങൾക്കറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയും. ചങ്ങായി ചാപ്റ്റർ പഠിപ്പിക്കാനാണോ? നമ്മൾ പാഠം പഠിപ്പിക്കും അല്ലേ? എന്താണ്? പ്രകൃതി സംരക്ഷണം, എന്താണ്? പുണ്യ നബിയുടെ അധ്യാപനം. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ആണ് ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം? എങ്ങനെയൊക്കെയാണ്? സഹജീവികളെ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ജലം മലിനമാക്കാതിരിക്കുക, അതുപോലെ എന്ത് ചെയ്യുക? അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങളിൽ
ദുരണ്യം ഒഴിവാക്കുക, മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് വരുന്നത് എന്തായിരിക്കും? 2 കാര്യം എഴുതുക. പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം? 2 കാര്യങ്ങൾ എഴുതുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ രണ്ടാമത്തേത് ഉത്തരം എഴുതാം. എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? എന്തൊക്കെയാണ്? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അതിൻ്റെ ഇക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി. 2, സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അമിത വൈഭവം എന്തായിരുന്നു? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാൽ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അമിത ഉപയോഗമാണ് അവിടെ നബി കണ്ടത്. അമിത ഉപയോഗം എന്താണ് കണ്ടതെന്നാണ് ചോദ്യം. അപ്പം എന്താണ്? അധികമായിട്ട് വുളൂ എടുക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ചു. പണ്ടത്തെ ആളുകളൊക്കെ നമ്മുടെ 2 കൈ ഇങ്ങനെ ഒപ്പം വെക്കുമ്പോൾ ആ വലിപ്പം ഉണ്ടാവില്ല, അത്ര ആ വെള്ളം കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? വുളൂ ചെയ്തിരുന്നത്. നമ്മളെ പൈപ്പ് അങ്ങോട്ട് തിരിച്ചും പിന്നെ നമ്മൾ കാല് കഴുകണ വരെ വെള്ളം സ്പീഡിൽ അങ്ങോട്ട് തിരിച്ചിട്ട് അല്ലേ. മൂന്നാമത്തേത് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വുളൂഇൽ അമിത ഉപയോഗം കണ്ട നബി എന്ത് പഠിപ്പിച്ചു? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഇനി മരണാനന്തര പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴത്ത് ഒരു ആര് വന്നിരുന്നു? തണലാശ്രയിച്ച് ഒരു യാത്രക്കാരൻ വന്നിരുന്നാൽ അതിൻ്റെ കൂലി ആർക്ക് കിട്ടും? മരിച്ചു കിടക്കുന്ന ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് പക്ഷികൾ പഴം കഴിക്കുമ്പോൾ അല്ലേ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പാഠത്തിലേക്ക് പോകാം. 4ാമത്തെ പാഠം. അപ്പോൾ ഇൻഷാ അല്ലാഹ് 4ാമത്തെ പാഠം കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിന് എന്ന് പറയുന്ന പാഠമാണ്. നമ്മളെന്തായാലും എന്തിനെ പഠിച്ചു? വൃത്തിയെ പഠിച്ചല്ലോ. നമ്മൾ എന്ത് ചെയ്തു? വൃത്തിയെ പഠിച്ചു. വൃത്തിനെ പഠിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ആ മഹാവിപത്തിനെയും കൂടി പഠിക്കാൻ വിചാരിച്ചു. പ്ലാസ്റ്റിക് എന്ന മഹാവിപത്ത്. പ്ലാസ്റ്റിക് എന്താണ്? അതൊരു മഹാവിപത്താണ് അല്ലേ? ആണ്. പ്ലാസ്റ്റിക് എന്നത് മഹാവിപത്താണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോകത്തിരുന്നതിനെ അട്ടുപിടിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? കുറേ കാര്യം പ്ലാസ്റ്റിക് കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ നിങ്ങൾ ലേസ് വാങ്ങും, മദർസ് വിട്ട് വരുമ്പോൾ 5 രൂപ വെച്ച് നിങ്ങൾ ലേസ് വാങ്ങിക്കാണ്ട് നിങ്ങൾ പോരും. പെണ്ണെടുത്തിയപ്പോൾ റോട്ടുമൊക്കെ ഇട്ട് ആണ് പോരും. അതല്ല നിങ്ങളുടെ സ്വഭാവം ആണോ? അങ്ങനെ നാവരുതിട്ട മക്കളെ, അങ്ങനെ നാവേത്. അപ്പോൾ നമുക്ക് എന്തായാലും കരുതിയിരിക്കാം പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി പഠിക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ലൊഹറൽ ഫസാദു ഫിൽ ബിരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിയൻ നാസ്. മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. ഇത് ഇമ്പോർട്ടൻറ്റ് ഹദീസാണ്. ലൊഹറൽ ഫസാദു ഫിൽ ബിരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിയൻ നാസ്. മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. ചെറിയൊരു മിസ്റ്റേക്ക്. അപ്രത്യക്ഷപ്പെട്ടു എന്നല്ല, എന്താണ്? പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഉത്തരം എഴുതാം. പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന നാശകരി ഏതാണ്? പ്ലാസ്റ്റിക്. നമ്മുടെ മദ്രസ ലേണിംഗ് ചാനൽ 2.0 ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൊടുക്കട്ടോ. 2, പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. എങ്ങനെയാണ്? ഭക്ഷണം വഴിയും കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനവും വഴി ശരീരത്തിലെത്തുകയും പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. 3, പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെയാണ്? ഭക്ഷണം വഴിയും കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴിയും. 4, പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും. എങ്ങനെയാണ്? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് അറിയാം. അപ്പം കുറച്ചാൾക്ക് ലൈക്ക് ചെയ്ത് കാണുന്നുണ്ടാകും. അവരിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ലൈക്ക് ചെയ്തിട്ട് പോകാട്ടോ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തത് പൂരിപ്പിച്ച് ആശയം എഴുതാനാണ്. ലൊഹറൽ ഫസാദു ഫിൽ ബിരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിയൻ നാസ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇനി 3ാമത്തെ പ്രവർത്തനം ശീലമാക്കാം. ലാസ്റ്റത്തെ പ്രവർത്തനമാണ്. ഓക്കെ, അതിന് ഒന്നും കൂടി പറയുകയാണ്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മദ്രസ ലേണിംഗ് ചാനൽ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ശീലമാക്കാം. എന്തൊക്കെ നമുക്ക് ശീലമാക്കാം? ഇവിടെ നോക്കിക്കോ.
വീട്, വിദ്യാലയ പരിസരങ്ങളിൽ കാണുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ആരോഗ്യ പ്രവർത്തകരെ ഏൽപ്പിക്കുക. അപ്പോൾ നമ്മൾ ആരെ ഏൽപ്പിക്കാറുണ്ട്? ഹരിത കർമ്മസേന ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഏൽപ്പിച്ചതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി വീട്ടു സാധനങ്ങൾ കടകളിൽ നിന്ന് കൊണ്ടുവരാൻ തുണിസഞ്ചി ഉപയോഗിക്കുക. അവിടെ കണ്ടോ ഒരു കുട്ടി തുണിസഞ്ചി ഉപയോഗിക്കുന്നത് കണ്ടോ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ മാരകമായ പാഠത്തിൽ നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോകൾ ഇതേമാതിരി നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. അപ്പോൾ മാഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം. നിങ്ങൾക്ക് 16 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ 4 ചാപ്റ്റർ തീർത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.